ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും UDF പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു 30 വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് CPM നടക്കുമായിരുന്നു. ഇപ്പം മൗനമാണ്. പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ. കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവർ അറ്റം മുതൽ അവന്റെ മേലത്താളെ പേര് പറഞ്ഞു, അവൻ അടുത്ത ആളെ പേര് പറഞ്ഞു, പോറ്റി മുരാരി ബാബുവിന്റെ പേര് പറഞ്ഞു, ബാബു വാസുവിന്റെ പേര് പറഞ്ഞു, വാസു പത്മകുമാറിന്റെ പേര് പറഞ്ഞു. പത്മകുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും, കടകംപള്ളി ചിലപ്പോ അത് തുടരുമ്പോ ഇപ്പൊ വാസവന്റെ പേരും പറയും. ഒറ്റയ്ക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ രണ്ടുപേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടിയെടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്തൊരു അഴിമതിയാണ്. ശബരിമല അയ്യപ്പന്റെ പൊന്നു കക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവർ അധികാരത്തിലേറുമ്പോ ചിലപ്പോൾ ആലോചിച്ച് കാണില്ല, അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ, എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ടെന്ന് ചോദിച്ചാ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെ പറ്റി പറയരുത് എന്ന് പറയല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ?